ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എം ജെ അങ്കിൾ, ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുഞ്ഞു വൈദ്യുതി വരാൻ പോവാണ്. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. നല്ല ഉടുപ്പാണല്ലോ. ആണോ? നോക്കട്ടെ. നല്ല രസമുണ്ട്. അതിന് ഡിസൈൻ കൊള്ളാല്ലേ? നല്ലൊരു സ്റ്റൈൽ അല്ലേ? ഈ ഷോൾഡറിന്റെ ഇവിടൊക്കെ നല്ല രസമുണ്ട്. അതെന്താ റിബണോ? ഒരു ബോ. ഒരു ബോ. സംതിങ് ഡിഫറെന്റ് അല്ലേ? Yes. എനിക്കിപ്പോ ഏറ്റവും സന്തോഷം എന്ന് പറയാം മിനോട്ടി, നമ്മുടെ അമ്മുക്കുട്ടി നന്നായിട്ട് അമ്മുക്കുട്ടിയൊക്കെ വിട്ടിട്ട് സൂപ്പറായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സ്മാർട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സ്മാർട്ട് കുട്ടി ഇന്ന് ഏത് പാട്ടാണ്? മിഴിയോരം. ഇപ്പൊ ചോദിക്കുമ്പോഴേ ഏത് പാട്ടാന്ന് ചോദിക്കുമ്പോ മിഴിയോരം എന്ന് പറയുന്നുണ്ട്. നേരത്തെ ചോദിക്കുമ്പോ മിഴിയോരം. ശരിയാ, അങ്ങനെയല്ലേ? മിഴിയോരത്തിന് മുന്നേ കുറച്ച് അതെ അതെ. മിഴിയോരം എന്ന് പറയുമ്പോ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തുടരും എന്നുള്ള സിനിമയിൽ ഒരു മിഴിയോരമുണ്ട്. പുതിയ മിഴിയോരം. അതെ, അതും നല്ല പാട്ടാണ്. അതെ അതെ അതെ. ഇത് പഴയ മിഴിയോരം. ജാനകിയമ്മ പാടിയതാണോ? അതിന് ദാസാർ പാടിയ ഒരു വേർഷൻ ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? കുറച്ച് അത് വേണ്ടത്തോണ്ട് മാറ്റി വെച്ച്. ഇത് സങ്കട വെർഷൻ അല്ലേ? സങ്കട വെർഷൻ ഒരു ഹസ്കി വേർഷൻ ആണ്. ഹസ്കി ആയിട്ട് പാടുന്നത് ഒരു മിനിമൽ ഓർക്കസ്ട്രേഷനിലുള്ളതാണ് അല്ലേ? അധികം ഓർക്കസ്ട്രേഷൻ അതാണ്. അപ്പൊ പാടിക്കോട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ദ്വിതിക്കുട്ടി പാട്ട് പാടാൻ പോവാണ്. പ്രേക്ഷകർ എല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ദ്വിതിക്കുട്ടിക്ക് വോട്ട് ചെയ്യണേ. ദ്വിതിക്കുട്ട, ഓൾ ദി ബെസ്റ്റ്. എനിക്കില്ലേ ഓൾ ദി ബെസ്റ്റ്? താങ്ക് യു. പറയൂ നീ ഇളം പൂ
സൂപ്പർ സൂപ്പർ, കലക്കി കലക്കി. ബെസ്റ്റ് കണ്ണ കണ്ണ ബെസ്റ്റ് കണ്ണ. അല്ലേ മധു? പിന്നെ തകർത്തില്ലേ? ബെസ്റ്റ് അല്ല ബെസ്റ്റ് ബെസ്റ്റസ്റ്റ് ബെസ്റ്റസ്റ്റ്. മിഴിയോരം നീലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ. ആ കണ്ണാടി ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പാടുന്നു. ഈ കണ്ണാടി കുട്ടി കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോ അതെ കണ്ടോ, കിൻഡർ ബോക്സ് കിട്ടിയപ്പോഴത്തേക്ക് എന്തായി? ഉഷാറായി. ചെറിയ ഉഷാർ വല്ലതാണത്. ആരിക്കുട്ടി ഓ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിങ്ങനൊക്കെ പാടുന്നത്? ഞാൻ ഞെട്ടിയിരിക്കുക, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാനും ഞെട്ടി. മധു ഞെട്ടിയില്ലേ? ഞാനൊരു 1.5 ഞെട്ടാ ഞെട്ടിയത്. ഓ, ആ ജാനകിയമ്മ പാടിക്കണ പോലെ തന്നെ വോയിസ് അങ്ങനെ തന്നെ പാടി, ഹസ്കി ആയിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ട്, അത്രയും ഹസ്കി ആയിട്ട് ഫുൾ സോങ് പാടുക എന്ന് പറഞ്ഞാൽ. എന്ത് സുഖ കേട്ടിരിക്കാനല്ലേ. അതെ, അതെ. വെരി സൂത്തിങ്. ഇങ്ങനെ മാത്രമല്ല പാട്ട് പാടുകയായിരുന്നില്ല, ഒഴുകുകയായിരുന്നു. അതെ 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 അതെ. ഇവിടെയൊക്കെ നിറച്ച് മിസ്റ്റ് ഉള്ള പോലെ തോന്നി എനിക്ക്. അതാണ് മഞ്ഞുള്ള പോലെ. ഏതോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ അതെ എവിടെയൊക്കെ ആയിരുന്നു നമ്മള് അല്ലേ? അതെ, ശരിക്കും ആകെ ഒരു കുളിരായിരുന്നു. അതെ, ഇളം പൂവേന്ന് പാടിയപ്പോ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, ഒത്തിരി ഒത്തിരി അയ്യോ എന്ത് ഒത്തിരി. രസമായിരുന്നു കേൾക്കാൻ. അതെ. ഇതില് ഇൻഡിവിജ്വൽ കമന്റ്സ് അല്ല, കാരണം നമ്മൾ ടീമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് Yes. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സംസാരിക്കാൻ അതെ പാടില്ല. അതെ 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 ആ അതെ. ശിശിരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ശിശിരം വന്നു. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനിയാമം. എന്ന് പറഞ്ഞാല് റെസ്ട്രെയിൻഡ് സിംഗിങ്, അതാണ് അത്. ഈ പ്രായത്തിൽ അതെ. റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇല്ല. ഇല്ല അറിഞ്ഞൂടാ. ഉം. ഞാൻ പാടുന്ന ശലഭം സ്വരം മൂളുവോ? ചിറക് കിട്ടിങ്ങനെ അടിക്കുമ്പോ ചിലപ്പോ ചെറിയ മൂളലുണ്ടാവും. ചെറിയൊരൊച്ച. അതെ. ശലഭങ്ങൾ പോലും സ്വരം മൂളുന്നത് പോലെ ആവുന്നോ എന്നാണ് കേട്ടോ കുഞ്ഞെ. കുളിരോ എന്ന് പാടിയില്ലേ? അതെ. Yes. അതിലൊരു കുളിരുണ്ടായിരുന്നു. അതെ. പാടാമോ? മിഴിയോരം ആ പനിനീർമണിയോ കുളിരോ. അതെ. കുളിരിൽ അതെ, ഒരു വിബ്രാറ്റോ അവസാനം. അവിടെ ഉണ്ട്. അതെ അതെ അതെ. കുളിരോ. അതെ. ശലഭങ്ങൾ എങ്ങനെയാണ് സ്വരം മൂളിയത് മധു? അത് എങ്ങനെയാന്ന് എനിക്കും കുട്ടി ചോദിച്ചപ്പോ എനിക്കും ഒരു സംശയം. എനിക്കും ഡൗട്ടായി പെട്ടെന്ന്. ശരിക്കും വാലിഡ് ആയിട്ടുള്ള സംശയമല്ലേ അത്? ഇനിയും വരുമോ വീണ്ടും മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന് പാടിയില്ലേ? ഊക്കറായിരുന്നു. അതെ, സൂപ്പർ സൂപ്പർ. ഒന്ന് പഠിക്കപ്പിക്കോ. നിറയും സുരഭിമാസം ഇനിയും ഓ വരുമോ വീണ്ടും. ആഹാ. ആ വീണ്ടും വീണ്ടും ഒന്നും പറയാനില്ല, ഒന്നേ പറയാനില്ല. ആ വീണ്ടും നമസ്കാരം. നമസ്തേ. ആ വീണ്ടും പാടിയത് കേട്ടായിരുന്നു അപ്പൊ അവസാനത്തെ. അത് സാധാരണ എല്ലാരും വിചാരിക്കും വീണ്ടും എന്നായിരിക്കും. വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതില്, ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അത് പാടി. ഡീറ്റെയിൽസ് മുഴുവൻ അതെ ഒപ്പി അതെ എടുത്തിട്ടുണ്ട്. അതെ. എല്ലാ ഡീറ്റെയിലും അതിങ്ങനെ ഒന്നുകൂടി പാടിയ വീണ്ടും. ഇനിയും വരുമോ വീണ്ടും. കേട്ടാ? നിറയും സുരഭിമാസം ഇനിയും വരുമോ വീണ്ടും. എന്റെ ഇടയിൽ എനിക്കൊന്ന് സാന്ന് പറയുമ്പോ മാത്രമാണ് ഇടയ്ക്ക് ഒരു കാറ്റ് പോകുന്നത്. സാന്നായി പോന്നു. നമ്മളെ ഈ പാട്ടിലേക്ക് വലിച്ചെടുത്തു കേട്ടോ അല്ലേ? അതെ, ശരിക്കും. വലിച്ചെടുത്തു. ശരിക്കും അതെ അതെ അതെ. നമ്മൾ അതിൽ പിടിച്ചിങ്ങനെ വെച്ചു നമ്മളെ. കാരണം ഒരു അത് കണ്ണ് കിട്ടി ദൃഷ്ടിദോഷാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഒരു ഗ്ലൂം വന്നത്. പറയൂ നീ ഇളം പൂവേ. പിന്നെ അവസാനം ഇളം പൂവേ എന്ന് പാടി ലാസ്റ്റ് ചരണത്തിലും സെക്കൻഡ് ചരണത്തിലും ഇളം പൂവേ കഴിഞ്ഞ് നിർത്തപ്പോൾ പാട്ടിനെ ബാധിച്ചില്ല. ഗ്ലുമ്മും വന്നു. അതെ അതെ. പിന്നെ ഇവിടെ ഒരു വല്ലപ്പോഴൊക്കെ നടക്കുന്ന ഒരു കാര്യമുണ്ട്, അധികം നമ്മൾ കാണാറില്ല. സുശാന്ത് ഷെയ്ക്കാൻഡ് നിന്ന് കൈ കൊടുക്കില്ലേ? സുഷ അങ്ങനെ എളുപ്പത്തിലൊന്നും കൈ കൊടുക്കില്ല. അതെ. എന്താ സുശാന്തേ കാരണം? നല്ല ഫീലായിരുന്നു. ഒരു
മീൻ ഞാൻ ജസ്റ്റ് ആക്ച്വലി ഇതില് പിയാനോ ബാക്കിംഗ് അല്ല, പക്ഷെ ഞാൻ ഇന്ന് മോൾക്ക് വേണ്ടി ഞാൻ പിയാനോ ആണ് ബാക്ക് ചെയ്തത്. നല്ല സിങ്ക്. അതെ 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 അതെ. അപ്പൊ അറിയാണ്ട് ഒരു അതാണ് ഇന്റോനേഷൻ സന്തോഷം. രസമുള്ളതാണ്. ഇനി ആർക്കെങ്കിലും Yes. പറയാനുണ്ടോ എന്തെങ്കിലും? റെന്നി സാധാരണ ഒന്നും പറയാറില്ല. റെന്നി പറയട്ടെ. ഒന്നും പറയാനില്ല. ഈ ഫീൽഡ് തന്നെ നന്നായിരിക്കുന്നു. ആണല്ലേ? നന്നായിരുന്നു. നമ്മള് നന്നായിട്ട് പഠി. അത് മാത്രല്ല മതങ്ങളെ ഇന്ന് രണ്ടാൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ എന്നിട്ട് പാട്ട് കേൾക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കാം. അന്നേരം ചേച്ചി കരച്ചിലേ കരച്ചില്. അതേ ചേട്ടൻ കരയാന്ന് പറയും. പക്ഷെ അതെന്താ ഇത്ര ഇതിന് മുന്നേ ദ്വിതിക്കുട്ടി ഇത്ര നന്നായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത്ര സന്തോഷം വരാൻ കാരണം എന്താ? അറിയാണ്ട് കണ്ണ് നിറഞ്ഞു. ഇതൊക്കെ അറിയാൻ വിചാരിച്ചിട്ടൊന്നല്ല, കേട്ടപ്പോ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അതല്ല ഇത്ര ഇമോഷണൽ ആവാൻ കാരണം എന്താ? എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? ഇല്ല, റീസൺ ഒന്നും ഇല്ല, അറിയില്ല. ഇതുവരെ ഇങ്ങനെ ഒന്നും ഇത്ര തോന്നിയിട്ടില്ല. ഫീൽഡ് പാടുന്ന കേട്ടപ്പോഴായിരിക്കും. അതായിരിക്കും അതെ, ചിലപ്പോ. അത് ഇവിടെ എത്തി. ശലഭങ്ങൾ സ്വരം മൂളും ഓരോ ശലഭങ്ങൾ സ്വരം മൂളും ഏതോ മുരളീഗാനം. അപ്പൊ ഒരു ഡിവിനിറ്റിയാണ്, മ്യൂസിക്കിന്റെ ഒരു ഗാർഡിയൻ ഏഞ്ചലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ്. ആ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പ്രാക്ടീസിൽ, വളരെ പ്രാക്ടീസിൽ കേട്ടോ ഷിനിലെ, നല്ല പ്രാക്ടീസിൽ നല്ല ഗുരുനാഥന്മാരത്ത് പഠിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഷീ ഹാസ് എ വെരി ലോങ് വേ ടു ഗോ. അതൊരിക്കലും മറക്കണ്ട ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ടോ. കുറേ വർഷം കഴിയുമ്പോൾ ഷെനിൽ ആലോചിക്കും അന്ന് ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. നെവർ സ്റ്റോപ്പ്. ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ അറിവ് നമുക്ക് കിട്ടുക സംഗീതത്തിൽ. അപ്പോൾ ആ സാധകത്തിലും ആ രീതിയിലൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും കണ്ടോ ഇപ്പൊ തന്നെ ക്യൂറിയസ് ആണ്. ഷീ ഈസ് വെരി ക്യൂറിയസ്. അധികം സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെരി ക്യൂറിയസ് ആൻഡ് ഇന്റലിജന്റ്. അപ്പൊ അതൊക്കെ ആ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പാട്ടിൽ ഈ ബ്യൂട്ടി അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയത്. തകർത്തു. യെസ്. എക്സാക്ട്. ആ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് ഓരോ അറ്റവും ഗ്രാസ്പ് ചെയ്തെടുത്ത് നോട്ട് ചെയ്ത് അത് പഠിച്ച് അതുപോലെ പാടിയത്. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇതുപോലെ ഇതേ ഫീൽഡ് തന്നെ പാടുന്ന പറഞ്ഞാൽ അസാധ്യമാണ്. അത് വളരെ അപൂർവം. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പാടണമെങ്കിൽ. അത് കലക്കി. ചില മേളിലോട്ടുള്ള ആ ഒക്ടേവിലുള്ള കുഞ്ഞിന്റെ ശബ്ദം അത് ഭയങ്കര ബ്ലിസ്ഫുൾ ആണ്. അതെ, പല പാട്ടിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പാട്ടിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാ സാധാരണ? മാർക്ക് പറഞ്ഞോ? മാർക്ക് പറഞ്ഞോ? 100 out of 100. പവറില് പവർ 100 out of 100. Congrats, ദ്വിതിക്കുട്ടാ. അതുകൂടാതെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് ഇന്നത്തെ എപ്പിസോഡിലെ ദ്വിതിക്കുട്ടി. പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഞാൻ പിടിക്കാം. ഇനിയും നല്ല ഉടുപ്പുകൾ കിട്ടട്ടെ ഇതുപോലെ. അതെ, ഇനി നമ്മുടെ ദ്വിതിക്കുട്ടിക്ക് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഉടുപ്പ്. ഓക്കെ ദ്വിതിക്കുട്ട, ടാറ്റാ. താങ്ക് യു മധു അങ്കിൾ. ഓക്കെ, സീ യു. അടുത്ത പാട്ട് ഇതുപോലെ പാടണേ. ബൈ.